ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടുക്കാച്ചി ഹാൻഡ് ബാഗിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഹാൻഡ് ബാഗ് ഞാൻ വാങ്ങിച്ചത് മിന്ത്രയിൽ നിന്നാണ്. വേറെ സൈറ്റിലും ഈ ബാഗ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. ലാവിയലെക്സ് എന്നാണ് ഈ ഒരു ബാഗിൻ്റെ ബ്രാൻഡ് നെയിം വരുന്നത്. ഞാൻ ചൂസ് ചെയ്തത് ബ്ലാക്ക് കളറാട്ടോ. ബ്ലാക്ക് കളർ അല്ലാതെ വൈറ്റ് കളറും കൂടി ഉണ്ട്. പിന്നെ വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഈവൻലി എല്ലായിടത്തും സെയിം ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓൾസോ ഒരു ലക്ഷറി ബാഗിൻ്റെ ഒരു ലുക്കും കൂടെ ഇതിന് വരുന്നുണ്ട്. സിന്തറ്റിക് ലെതറാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഓൾസോ ഇതിന് വാട്ടർ റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴുകിയിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ക്ലീൻ ചെയ്യാനാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലീൻ ക്ലോത്ത് എടുത്ത് ജസ്റ്റ് തുടച്ചാൽ മതി. അങ്ങനെ ചെളിയൊന്നും ആകത്തില്ല. പിന്നെ നമുക്കിത് ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ പാർട്ടീസിന് പോകുമ്പോഴൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാഗാണ്. നല്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമ്മുടെ കുട വെക്കാനും അതുപോലെ തന്നെ മൊബൈലും അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചെറിയ ഡ്രസ്സോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഇല്ലാത്തേക്ക് കൊള്ളും. പിന്നെ ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാം ഒരു ഫാഷന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ ഹാങ് ചെയ്യാം. അതിനുള്ള ഇതും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊരാനും എളുപ്പമാണ്. അതുകൊണ്ട് ഫിറ്റ് ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് വേണ്ടാത്ത സമയത്ത് ഊരി വെക്കാം. അപ്പോൾ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മെയിൻ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ. നമുക്ക് കുടയും, അതായത് എൻ്റെ ഒരു വലിയ കുടയാണ്. ആ വലിയ കുടയും ഇതിലകത്ത് കയറുന്നുണ്ട്. അതായത് മീഡിയം സൈസിലുള്ള കുടയും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സും എല്ലാം വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതിനകത്ത് 2-3-4-5 പേഴ്സ് വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സിപ്പർ പോക്കറ്റായിട്ട് 2 ഉണ്ട്. പിന്നെ ചെറിയ മൊബൈൽ വെക്കാനും അല്ലെങ്കിൽ സ്ലിപ്സ് ഒക്കെ വെക്കാനുള്ള 2 സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സാധനമാണ്. ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിട്ട് നല്ല സ്പേഷ്യസുമാണ്, എന്നാൽ സ്റ്റൈലിഷ് ലുക്കും ഉള്ള ഒരു അടിപൊളി സാധനം കേട്ടോ. പിന്നെ ലാപ്ടോപ്പ് ഒന്നും കയറത്തില്ല, അങ്ങനത്തെ ഒരു സൈസ് അല്ല. പക്ഷേ ചെറിയ ടാബ് അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ലെങ്ത് വൈസ് ആണെങ്കിൽ 26 സെൻറ്റിമീറ്റർ ആണ്. വിത്ത് വൈസ് ആണെങ്കിൽ 11 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് വരുന്നത് ഒരു 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ചെറുതുമല്ല എന്നാൽ ഭയങ്കര വലുതായിട്ടും തോന്നിക്കാത്ത ഒരു അടിപൊളി ഹാൻഡ് ബാഗാണ്. നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ, അത് ഗേൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ സിസ്റ്ററിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സ്വന്തം ഗിഫ്റ്റ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ബാഗാണ്. ഞാൻ ഇതുവരെ റിഗ്രറ്റ് ചെയ്യില്ല. ഞാൻ ആക്ച്വലി ഈ ബാഗ് യൂസ് ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് 6 months ആയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. തോല് പൊളിഞ്ഞു പോകുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സാധനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റിൻ്റെ ഇതും നല്ല അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡിസൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ബ്ലാക്കും ഗോൾഡൻ ഷെയ്ഡും ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഗോൾഡ് ഈ ബ്ലാക്കിൽ നല്ല എടുത്ത് കാണിക്കുകയും ചെയ്യും. നല്ലൊരു ലക്ഷറി ലുക്കും തരും ഈ ഒരു ബാഗിന്. ഇതിൻ്റെ വൈറ്റും നല്ല അടിപൊളി തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം വീഡിയോയുടെ എൻഡിൽ. നവരാത്രിയുടെ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ആഴ്ചകളിലൊക്കെ മിന്ത്രയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു ബാഗിന് നല്ല വില കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ബാഗൊക്കെ വാങ്ങാൻ പ്ലാൻ ഇട്ടവരാണെങ്കിൽ വേഗം തന്നെ പോയി വാങ്ങാം. കാരണം നല്ല അടിപൊളി റേറ്റിനൊക്കെ ഈ സൂപ്പർ ബാഗ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ബാഗിൻ്റെ സിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന സിപ്പ് നല്ല സ്റ്റാൻഡേർഡ് ഇവരുടെ ബ്രാൻഡ് നെയിമൊക്കെയുള്ള സിപ്പാണ്. പിന്നെ ഉള്ളിൽ ചെറിയ നല്ല സോഫ്റ്റ് സിപ്സാണ്, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള സിപ്പാണ്. പിന്നെ ഒരു സ്റ്റൈൽ ഐക്കണായിട്ട് ഇവരുടെ തന്നെ ഒരു ലോഗോ ഇവരിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 Lൻ്റെ ഷേപ്പിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള 2 L. അപ്പോൾ ഇതേ ബാഗിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ ഓഫീസ് ബാഗ്സ് വരുന്നുണ്ട്. ലാപ്ടോപ്പൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രാപ്പ് വ്യത്യാസം വരുന്ന ബാഗ്സും അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് കളർ ബാഗ്. നല്ല സ്റ്റൈലിഷ് ആണ്, പക്ഷേ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.